കൊടുവള്ളിയിലെ CPM സ്വതന്ത്ര MLA ആയിരുന്ന കാരാട്ട് റസാക്ക് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. PV അൻവർ MLA ആദ്യഘട്ടത്തിൽ ഈ പോരാട്ടം തുടങ്ങിയ സമയത്തൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ ഇന്ന് അൻവർ അതിഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്കെതിരെ. എങ്ങനെയാണ് കാണുന്നത്? അല്ല, ആദ്യഘട്ടത്തിൽ അൻവറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് പാർട്ടിയും മുഖ്യമന്ത്രിയും വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തു. അപ്പം അദ്ദേഹം അതുമായിട്ട് സഹകരിക്കാതിരുന്നപ്പോൾ പിന്നീട് തുടർന്ന് അൻവറുമായിട്ട് സഹകരിക്കാൻ പാർട്ടി സ്വന്തം എന്നുള്ള നിലക്ക് സാധിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അൻവർ തന്നെ പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പരാതി മുന്നോട്ട് വെച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിലും പാർട്ടിയുടെ മുമ്പിലും. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമല്ല, അല്ലെങ്കിൽ പിന്നീട് നടപടികളല്ല ഉണ്ടാകുന്നത്. തന്നെ പ്രതിക്കൂട്ടിലാക്കി അങ്ങനെ ഒരു കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അല്ല, അത് സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. അപ്പം അത് സംബന്ധിച്ച് ബോധ്യം അദ്ദേഹത്തിന് വരാത്തത് കൊണ്ടായിരിക്കും പിന്നീടും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും. ഇപ്പോൾ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ എതിരായി അദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടാത്തത് കൊണ്ടായിരിക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടിയും മുന്നണിയും അദ്ദേഹത്തോട് വിവാദങ്ങൾ നിർത്താൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശൈലി, അദ്ദേഹത്തിൻ്റെ മാനസിക പ്രയാസങ്ങൾ, അദ്ദേഹത്തിനോട് പാർട്ടിയും മുന്നണിയും മുഖ്യമന്ത്രിയും ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ, അതൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ശൈലിയായിട്ട് അദ്ദേഹത്തിന് പോയി. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വതന്ത്ര MLA ആയി മാറിയിരിക്കുകയാണ്. കാരണം LDF ആയിട്ടുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചു, പാർട്ടിയായിട്ടുള്ള ബന്ധം അദ്ദേഹം അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സ്വതന്ത്ര MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഏത് നിലക്കും പോയി പ്രതിപക്ഷ MLA റോളിൽ അദ്ദേഹത്തിന് പോകാൻ കഴിയുന്നതാണ്. പിന്നെ മുന്നണിയിലേക്ക് മാറിക്കഴിഞ്ഞ് അതിൽ പ്രശ്നങ്ങളുണ്ടായാൽ മാതൃസംഘടനയിലേക്ക് പോകാൻ സ്വാഭാവികമായിട്ടും തീരുമാനമെടുക്കുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട സാഹചര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മാതൃസംഘടനയിലേക്ക് പോവാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ്. CPMൻ്റെ ഒരു സഹയാത്രികനാണ്. ആ നിലയ്ക്ക് എനിക്ക് പാർട്ടിയോടൊപ്പം മുന്നണിയോടൊപ്പം നിൽക്കാനേ സാധിക്കുകയുള്ളൂ. ഈ അൻവർ ഇങ്ങനെ ഈ പാർട്ടി പറഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും ഇങ്ങനെ കടന്നാക്രമണം നടത്തേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണോ? അല്ല, അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ കഴിയില്ല. ഓരോ മനുഷ്യർക്ക് ഓരോരോ അഭിപ്രായങ്ങളും ഓരോ നിലപാടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ നിലപാട്, അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. സർക്കാർ അന്വേഷണം നടക്കുന്നു, അത് റിപ്പോർട്ട് വരട്ടെ. അതിനിടയിൽ ഇപ്പോൾ അൻവർ നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാർ നടത്തിയ ആക്രമണം അതിനൊപ്പം താനില്ല എന്നുകൂടി കാരാട്ട് റസാക്ക് വ്യക്തമാക്കുകയാണ്. മനോജ് പയ്യന്നൂരിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.